സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ കേരളത്തിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. അതേസമയം നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമാകുമെങ്കിലും മെയ് 26 കാലവർഷം കേരളത്തിലെത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. 24 തീയതി യെല്ലോ അലർട്ട് ഉള്ള ജില്ലകൾ: ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ. 25 ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കേരള, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 24 തീയതി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനാണ് സാധ്യത. ഇന്ന് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ആൻഡമാൻ കടൽ, അതിനോട് ചേർന്ന വടക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 25 തീയതി സൊമാലിയൻ തീരം, അതിനോട് ചേർന്ന തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മെയ് 22 വരെയാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളത്. കോഴിക്കോട് മുത്തപ്പൻപുഴയിൽ കനത്ത കാലാവസ്ഥയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ താൽക്കാലിക പാലം ഒലിച്ചുപോയി. തുരങ്കപാതയുമായി ബന്ധപ്പെട്ട റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പഴയ പാലം പൊളിച്ചു നീക്കിയ ശേഷം പണിത താൽക്കാലിക പാലമാണ് വെള്ളപ്പൊക്കത്തിൽ തകർന്നത്. വൈകുന്നേരം മേഖലയിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിലുണ്ടാവുകയും മുത്തൻപുഴ അങ്ങാടിക്ക് സമീപത്താണ് പാലം സ്ഥിതി ചെയ്തിരുന്നത്. ഇതിലാണ് പാലം ഒലിച്ചുപോയത്. അതിനിടെ ഇത്തവണ കാലവർഷം മെയ് 26 കേരളത്തിലെത്താൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ചൂടിന് ശമനമായി കേരളത്തിൽ മഴക്കാലം എത്തുകയാണ്. സാധാരണയായി ജൂൺ 1 കേരളത്തിൽ കാലവർഷത്തിന് തുടക്കമാവുന്നത്. എന്നാൽ ഇത്തവണ പതിവിന് വിപരീതമായി ഒരാഴ്ച മുൻപ് തന്നെ മൺസൂൺ ആരംഭിക്കുകയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ചില ഭാഗങ്ങളിൽ കാലവർഷം എത്തിക്കഴിഞ്ഞുവെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതേസമയം നേരത്തെ എത്തുന്നതിനർത്ഥം ശക്തമായ മൺസൂൺ എന്നല്ല കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നുണ്ട്. ആരംഭ തീയതികളിലും മൊത്തം സീസൺ മഴയും തമ്മിൽ ബന്ധമില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എല്ലാ കൊല്ലവും രാജ്യത്ത് കേരളത്തിലാണ് ആദ്യം കാലവർഷം എത്തുന്നത്. ഇതിനൊരു കാരണവുമുണ്ട്. കാറ്റിന്റെ വ്യതിയാനത്തിനനുസൃതമായി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം. വേനൽക്കാലത്ത് ഇന്ത്യൻ കരഭാഗം ചുറ്റുമുള്ള സമുദ്രങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ ചൂടാകുന്നുണ്ട്. ഇതിന്റെ ഫലമായി വടക്കു മധ്യ ഇന്ത്യയ്ക്ക് മുകളിൽ ചൂടുള്ള വായു ഉയരുന്നു. ഇതൊരു താഴ്ന്ന മർദ്ദപ്രദേശം സൃഷ്ടിക്കുന്നു. ഈ സമയം ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലുള്ള താരതമ്യേന തണുത്ത വായു ഇവിടെ എത്തുന്നുണ്ട്. ഈർപ്പമുള്ള ഈ കാറ്റുകൾ തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഉപഭൂഖണ്ഡത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇന്ത്യയിലെത്തുന്നതിന് മുമ്പ് അവ ഭൂമധ്യരേഖ കടക്കുകയും കോറിയോലിസ് പ്രഭാവം കാരണം വളയുകയും ചെയ്യുന്നു. ഭൂമിയുടെ ഭ്രമണം മൂലമുണ്ടാകുന്ന ചുഴലിക്കാറ്റുകളെയും ആഗോള കാറ്റിന്റെ പാറ്റേണുകളെയും സ്വാധീനിക്കുന്ന അതേ ശക്തിയാണിത്. ഇതിന്റെ ഫലമായി കാറ്റുകൾ തെക്ക് പടിഞ്ഞാറ് നിന്ന് അറബിക്കടലിന് മുകളിലൂടെ ഇന്ത്യയിലേക്ക് അടുക്കുന്നു. ഈ മഴക്കാറ്റുകളുടെ പാതയിൽ നേരിട്ട് നിൽക്കുന്ന ഇന്ത്യൻ വൻകരയിലെ ആദ്യത്തെ പ്രധാന ഭാഗമാണ് കേരളം. കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും മൺസൂണിനെ ആകർഷിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.